നീ എത്തിയോ? ഇല്ലമ്മ എത്തിയില്ല, ഇവിടെ നല്ല മഴയാ. ആണോടാ? എന്നാ സൂക്ഷിച്ചൊക്കെ പോണേ. നീ എത്തിയിട്ട് എന്നെ വിളിക്ക്. ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. വൺ ക്യാപ്പിച്ചിനോ ആൻഡ് മിൽക്ക് കേക്ക് ഉണ്ടോ? മിൽക്ക് കേക്ക് ഉണ്ടെങ്കിൽ അതോടെ ഇറങ്ങാം. അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മോഹനം ഉയിരേ അടയൂ ഹൃദയം നിറയൂ പ്രണയം നുകരാൻ നീ എന്നുഷസിൽ വിടരും പനിനീർ ഹായ് ബ്രോ. ഹായ്. ക്ലാസ് തുടങ്ങി 1 month ആയില്ലേ, എന്തിട്ട് ലേറ്റ് ആവാൻ? അതോ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതാ. ബൈ ബൈ, ഐ ആം അമൽ. ഐ ആം ഗൗതം. പിന്നെ കോളേജൊക്കെ എങ്ങനെ പോണു? എന്ത് പറയാൻ, കുഴപ്പമില്ല. എന്നാൽ ഉദ്ദേശിച്ചത്ര വൈബ് കിട്ടുന്നില്ല. ഞാൻ അമ്മേനൊന്ന് വിളിക്കട്ടെ. ഓക്കെ. നീ എത്തിയോ? കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. പിന്നെ റൂംമേറ്റിനെയൊക്കെ കണ്ടോ? കണ്ടു. പിന്നെ ഞാനൊരു കാര്യം പറയാം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും എൻ്റെ പൊന്നുമോൻ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടരുത്. ഇല്ല. പിന്നെ അച്ഛനവിടെ? ആ മനുഷ്യൻ പതിവ് തെറ്റിക്കാതെ ആ ചാരു കസേര പോയിരുന്ന് കുറേ ബുക്ക് തിന്നുന്നുണ്ട്. ശരി, എന്നാ ഞാൻ വെക്കുക. എടാ, ആ കുട്ടി ഈ കോളേജിലാണ് പഠിക്കുന്നത്? ആടാ, സീനിയറാ ഒരു ഇയറിന്. പിന്നെ ഇവിടെ അത്യാവശ്യം ഫേമസാ, വെൽ നോൺ സിംഗർ ഓഫ് ദിസ് കോളേജ്. ഇൻട്രസ്റ്റിംഗ്. ഒന്നുമില്ല, ചുമ്മാ. നിനക്ക് മുമ്പേ അറിയോ? ഞാനില്ല വരുന്ന വഴി ഒരു കഫേ കയറിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതേത് കഫേ? വന്നിട്ട് 1 മാസമായിട്ട് ഞാനിതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അതിനെന്താ അളിയാ, നമ്മക്കിനി ഇറങ്ങാലോ. അളിയനാ? ചുമ്മാ. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് എനിക്കറിയാം നിങ്ങൾ ഇതിനെപ്പറ്റി 10ലും 12ലും ഒക്കെ കേട്ടിട്ടുണ്ടെന്ന്. സോ ഹിയർ ഈസ് ദ ഡീറ്റെയിൽഡ് വേർഷൻ. എന്താ ഫസ്റ്റ് അവർ തന്നെ ക്ലാസ്സിൽ കയറി ഇരുന്ന് നല്ല ഉറക്കമാണല്ലോ? അതെ സാർ. ഇന്നലെ രാത്രി നീ കക്കാൻ വല്ലതും പോയിരുന്നോ? ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഇൻ മൈ ക്ലാസ്.
സോറി സാർ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടെയിരുന്നാ? അതിന് സാറ് വരുന്ന ഞാൻ കണ്ടില്ല. അതെന്താ, നീ ക്ലാസ്സിൽ അത്ര കോൺസെൻട്രേറ്റഡ് ആയിരുന്ന? അല്ല, ഞാൻ കണ്ണ് തുറന്നുറങ്ങുമായിരുന്നു. ഓ, നീ ഒരു കഴിവ് കൂടിയവൻ തന്നെ. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. அவள் கண்ணங்கள் கண்ணிமைகள் சிரிப்பும் கலந்து தந்த போது என்ன ஓராயிரம் மின்னல்கள் என் மீது பாய்ந்து வந்ததென்ன. ஓ, ஏதோ காதல் என்னை செய்யும் பொழுதே மெய்யும் பொய்யும் ரெண்டும் ஒன்றாய் படுதே. நெஞ்சுக்குள்ளே புது ராகம் போலே என்றென்றும் உன்னை காதல் செய்யவா. എന്താ എന്താ അവിടെ പ്രശ്നം? അറിയില്ല, അടിയെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി നോക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ വാ. നിന്റെ അമ്മേനെ നീ അമ്മയായിട്ടും പെങ്ങളെ പെങ്ങളായിട്ട് കാണുന്നത് പോലെ ടീച്ചറിനെയും ടീച്ചറായിട്ട് കാണാൻ പഠിക്കടാ. What the hell is happening here? എല്ലാരും പിരിഞ്ഞു പോയേ. And you too, come to my cabin. അതെ, എന്തായിരുന്നു അവിടെ പ്രശ്നം? അത് ആ ചെക്കൻ വീണ മിസ്സിനെ വെർബലി അബ്യൂസ് ചെയ്തു. അതിന് മറ്റേ ചെക്കനെ അവനെ കയറി അടിച്ചു. ഓ, മറ്റവന് 2 കിട്ടേണ്ടതായിരുന്നു. വന്ന് അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. അവൻ്റെ നോട്ടവും സംസാരവും എന്തായാലും നന്നായി. Who's that? Oh, sorry. Did I disturb you? ഏയ്, no. ഞാൻ ഈ വഴി പോയപ്പോൾ ഡാൻസ് കണ്ട് നിന്നതാ. ഓ, ഞാൻ ചുമ്മാ പ്രാക്ടീസ് ചെയ്യായിരുന്നു. വാട്ട് അബൌട്ട് ഇന്നലത്തെ അടിക്കേസ്? അതെന്തായി? ഓ, അത് സോൾവായി. അവനെ സസ്പെൻഡ് ചെയ്തു. ആ, അത് നന്നായി. ആക്ച്വലി ഹി വാസ് സച്ച് എ ന്യൂസൻസ്. ആണ്, ക്ലാസ്സിലും അങ്ങനെ തന്നെ. ബൈ ദ ബൈ, അന്നില്ല. ഞാൻ ഗൗതം. ആ, അപ്പം ശരി, എന്നാൽ പ്രാക്ടീസ് എടുക്കട്ടെ. ആ, ഓക്കെ, ബൈ. അളിയ, എന്താടാ സംസാരിച്ചടാ? ആര്? നമ്മുടെ ആ സീനിയർ ചേച്ചിയില്ലേ അന്ന് കണ്ട? ഓ, അതിനാണോ? നിനക്ക് മണക്കുന്നില്ലേ? എന്ത് കാതൽ? പോടാ. പിന്നെ എനിക്കറിഞ്ഞൂടാ. ഡേയ്, അവള് നിന്റെ സീനിയറല്ലേ? അതിനെന്നൊക്കെ ചോദിച്ചാ നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കാണോ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ. കാതലാണോന്ന് നോക്കട്ടെ. ട്രൂ ആണോന്ന് നോക്കാം. ആർക്ക്? എനിക്ക്. അളിയാ, പിന്നെ എന്താടാ ടോണിനൊരു വ്യത്യാസം? നാളെ എൻ്റെ കൂടെ നാളെ നിൻ്റെ കൂടെ കഫേ വരൊന്ന് വരുമോ? അതിന് നീ യാചിക്കുന്നെന്തിനാ? നമ്മൾ മിക്കപ്പോഴും പോകാറുള്ളതല്ലേ. അല്ല, നാളെ എനിക്കൊരു ഡേറ്റ് സെറ്റായിട്ടുണ്ട്. നീ കൂടെ വന്നാൽ എനിക്കൊരു ധൈര്യം.
നീ കൂടെ വന്ന എൻ്റെ ധൈര്യം. അപ്പം ഞാൻ അറിയാതെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ? ഓ പിന്നെ നീ ആ സീനിയറിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. അതിന് ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ലല്ലോ. അപ്പം അത്രേ ഉള്ളല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം. കൊള്ളാം. റിലേഷനിലായാലേ എന്നോട് പറയുള്ളൂ. ഓ നാളെ ഞാൻ വരാം, പോരെ? ഓക്കെ, അത് മതി. എന്നാൽ ഞാൻ പോയി കുളിക്കട്ടെ. മോനെ ഗൗതം, നമുക്കൊന്ന് പോയി കളിച്ചാലോ? എന്തോന്ന്? എന്നാ ചേട്ടൻ പോയി കുളിച്ചിട്ട് വരാം. കയറി പോടാവൂല്ലേ? രാത്രി ഒരു റീലും കണ്ടാൽ ഇറങ്ങിക്കോളും. ബായ്. ഒറ്റയ്ക്കാ? അല്ല, ഫ്രണ്ടുണ്ട്. ഹീസ് ഓൺ എ ഡേറ്റ്. എന്നെ ഒരു ധൈര്യത്തിന് കൂടെ കൂട്ടിയതാ. ആഹാ, കൊള്ളാലോ. ആക്ച്വലി ഞാൻ തന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഇവിടെ വെച്ചാ. അന്ന് താനും ഇവിടെ ഒരു പാട്ട് പാടുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോഴൊന്നും തന്നെ ഇവിടെ കണ്ടില്ല. ഓ, അത് ഞാൻ എപ്പോഴൊന്നും വരാറില്ല, വല്ലപ്പോഴും മാത്രം. ഒരു പോക്കറ്റ് മണിയാവുമല്ലോ. ഓ, എനിവേ തൻ്റെ പാട്ട് നന്നായിരുന്നു. ഓ, താങ്ക് യു. വാട്ട് അബൌട്ട് യു ഡാൻസ്? കൾച്ചറൽ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നോ? അല്ല, ഞാൻ ചുമ്മാ ആ സ്പേസ് എംഡിയെ കിടക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ കളിച്ചതാ. അതെന്താ? യു ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ഓ വേണ്ട. അത് പറ്റില്ല. താൻ പേര് കൊടുത്തില്ല, ഐ വിൽ ഗിവ് എ നെയിം. ഓ ഓക്കെ, ഞാൻ പേര് കൊടുക്കാം. ഞാൻ ചേച്ചിന്ന് വിളിക്കാത്തോണ്ട് എനി പ്രോബ്ലം? ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 1 year. അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, വാട്ട് അബൌട്ട് യു? താൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നില്ലാതെ. എടാ ഗൗതമേ, ഇതാ ഫ്രണ്ട് അമൽ. ഓ ഹായ്, ഐ ആം നില. ഓ അറിയാം. ആഹാ, എടാ നമുക്കെന്നാ അങ്ങ് പോയാലോ? ഓക്കെ, സീ യു ലേറ്റർ. യാ, ബൈ. എടാ നീ അവളുടെ പ്രോഗ്രാം എപ്പോഴാന്നൊന്ന് പോയി നോക്കുവോ? എടാ അത് കഴിഞ്ഞല്ലോ. മിസ്സായി. നിന്റെ പ്രോഗ്രാമിനുള്ള സമയം, നീ അങ്ങോട്ട് ചെല്ല്. ഡാൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. പക്ഷേ തൻ്റെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഓ അതിനെന്താ, ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് വരാൻ കിടക്കല്ലേ. അതെ. കണ്ണോട് കണ്ണായിടാ, മെയ്യോട് മെയ്യായിടാ, കാതോരം പാടിയോ, അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടു.
നില, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഐ ഐ ലവ് യു നില. നിന്നെ കണ്ട അന്ന് തൊട്ടേ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ഐ വാസ് വെയിറ്റിംഗ്. ഇതൊരു ഇൻഫാക്ച്വേഷൻ ആണോ അതോ ശരിക്കും ഇഷ്ടമാണോ എന്നറിയാം. ഇപ്പം എനിക്ക് മനസ്സിലായി. ഐ ലവ് യു. സ്റ്റോപ്പ് ഇറ്റ്. നില, പോവല്ലേ. നിലയൊന്ന് നിന്നേ. ലീവ് മീ അലോൺ ഗൗതം. ഇല്ല, എനിക്കറിയണം. ഡു യു ലവ് മീ ഓർ നോട്ട്? നോ പറഞ്ഞാൽ പിന്നെ ഞാൻ നിൻ്റെ പുറകെ വരില്ല. സത്യം പറഞ്ഞില്ല, നിനക്കെന്നെ ഇഷ്ടമല്ലേ? നിൻ്റെ നോട്ടത്തിലും സംസാരത്തിലും പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്. യു ആർ ദി ഓൺലി വൺ ഹു വാസ് എക്സൈറ്റഡ് ടു സീ മീ ഡാൻസ് ആൻഡ് യു ആർ ദ ഓൺലി വൺ ഹു എൻജോയ് മൈ വിന്നിങ്സ് ഈവൻ മോർ ദാൻ മീ. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ വൈ ആർ യു ഹോൾഡിങ് യു ഫീലിങ്സ്? പേടിയാ എനിക്ക്. ഞാൻ സ്നേഹിച്ചിട്ടുള്ളവരെല്ലാം എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടിപ്പം ആരെങ്കിലും സ്നേഹിക്കാൻ പോലും എനിക്ക് പേടിയാ. മൈ ട്രസ്റ്റ് ഇഷ്യൂസ് ആർ ബിഗർ ദാൻ യു തിങ്ക്. ബിലീവ് മീ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യില്ല. ട്രസ്റ്റ് മീ ഫോർ അറ്റ്ലീസ്റ്റ് വൺസ്. എൻ്റെ സെൻസിറ്റീവ് സൈഡ് നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റ് മീ ട്രൈ. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ. നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ. ഓണങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്ത് നാമെന്നും നാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും. അമ്മേ. ആ, നീയോ? എന്താ പെട്ടെന്ന്? അത് നമുക്ക് 2 ദിവസം ലീവ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരാമെന്ന്. ആഹാ, പിന്നെ അച്ഛനെന്തേ? ആ, ഇതാര്? പൊന്നുമോളോ? എടേ, നോക്കുമല്ലോ കൈക്കെടുത്തോട്. ഞാൻ പോയി കിടക്കട്ടെ. എന്താ അമ്മ ഇത്? വീണ്ടും കൂടെ തുടങ്ങിയോ? ഇതാണോ ഞാൻ വിളിച്ചപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞത്? അത് മോളെ 3 ആഴ്ചയായി തുടങ്ങിയിട്ട്. കുറെ കൂട്ടുകാരന്മാരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയതാ. എന്നിട്ട് ഇവിടെ ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അപ്പുറം ഇപ്പുറം ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യ? എന്താടി തള്ളേമ്മോട് എന്നെ പറ്റി കുറ്റം പറയണല്ലേ? എന്താടി ഒന്നും മിണ്ടാത്തെ? പറയടി. എടി എടി, വാ തുറന്ന് പറയടി. അച്ഛാ, ഇവിടെ കിടന്ന് ഇമ്മാരി ഷോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. കുടിച്ചിട്ടുള്ള ഈ മെക്കെട്ടുകാറ്റ് അങ്ങ് നിർത്തിക്കോ. എടി, എന്നെ പഠിപ്പിക്കല്ലേ, ഒച്ച അടിക്കല്ലേ എൻ്റെ മുന്നി. എനിക്ക് നല്ല പ്രായമായി. പണ്ടത്തെ 10 വയസ്സുകാരി അല്ല ഞാൻ. ഇനി ഇവിടെ കിടന്ന് അമ്മേനെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നീ വിളിയടി, നീ പോയി വിളി, പോലീസ് വരട്ടെ. എന്തൊരു കഷ്ടായത്. മടുത്ത് ഞാൻ ഇങ്ങനെ. മോളെ, നീ ഒന്ന് സമാധാനിക്ക്. അമ്മ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ആ, ഞാൻ വിളിക്കാം. നീ പേടിക്കണ്ട, നീ പോയിട്ട് വാ.
ഓ മൈ നില ബേബി, നീ എത്തിയോ? നീ കുടിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ടല്ലേ? എന്നിട്ടാണ് ഇമ്മാതിരി മണം? ലുക്ക് ബേബി, ഇറ്റ്സ് ജസ്റ്റ് 2 pics. അവർ നിർബന്ധിച്ചപ്പോൾ. അങ്ങനെ പലരും നിർബന്ധിക്കാൻ കാണും എന്നും പറഞ്ഞ് നീ കുടിക്കുമോ? കൂൾ ബേബി കൂൾ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം, സോ ഡോണ്ട് വറി അബൌട്ട് മീ. ഇനി ഞാൻ ചെയ്യില്ല. ആൻഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ വൈൽ ദേഷ്യപ്പെടൽ. ഐ റിയലി വാണ്ട് കിസ് യു. ഡോണ്ട് യു ഡെയർ ടച്ച് മീ. ഈ മണം പോലും എനിക്കിഷ്ടമില്ല. ജസ്റ്റ് ലീവ് മീ അലോൺ. നീ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് ഫസ്റ്റ് ടൈം ആണെന്ന്. ഇനി ചെയ്യില്ലെന്നും പറഞ്ഞില്ലേ? ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ. എൻ്റെ അച്ഛൻ പറഞ്ഞു. ഇനി എനിക്ക് വയ്യ. നിന്റെ അടുത്തുനിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയില്ല ഞാൻ അനുഭവിച്ചതൊക്കെ. എൻ്റെ അമ്മയുടെ പോലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്. നില, എന്നെ നോക്ക്. കരയല്ലേ? ഞാൻ അറിഞ്ഞില്ല. നിന്നെ ഇത് ഇത്ര ഹേർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറ, ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ. യു ആർ സോ ലക്കി ടു ഹാവ് എ ലവിങ് ആൻഡ് കെയറിങ് ഫാദർ. ബട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് അച്ഛൻ്റെ അവസ്ഥ. ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ അനുഭവിക്കാൻ തുടങ്ങി. എല്ലാത്തിനും കാരണം കള്ളുകൂടിയ. അതില്ലായിരുന്നു ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. കള്ളു കുടിക്കാത്തപ്പോൾ ഹിസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അല്ലേ, രാവിലെ തൊട്ട് രാത്രി ബോധം പോണത് വരെ കുടിക്കും. വീട്ടിൽ ആർക്കും ഒരു സമാധാനം കൊടുക്കില്ല. 10 വയസ്സ് വരെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് തല്ല്. എന്തിനാ തല്ലുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ അമ്മയുടെ കാര്യം പറയണം. കുടിച്ചൊരു പരുവാകുമ്പോൾ പോയി ഡി-അഡിക്ഷൻ സെൻ്ററിൽ അഡ്മിറ്റ് ആവും. അപ്പോഴും അമ്മയ്ക്ക് അവാർഡ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ 9ാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ ഡി-അഡിക്ഷൻ സെൻ്ററിൽ കിടന്ന് വയലൻ്റായി ബഹളായി. എത്ര രാത്രിയുള്ള അച്ഛൻ വരുന്ന സൗണ്ട് കേട്ട് ഞാൻ പേടിച്ച് കിടന്നിട്ടുണ്ടെന്നറിയോ? ബോധമില്ലെങ്കിൽ പിന്നെ പറയണ്ട. അച്ഛനൊന്ന് ആഞ്ഞ് തള്ളിയാൽ മതി എനിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റാൻ. എപ്പോഴും അമ്മേനെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കൊരു ജോലി ഉണ്ടായിട്ട് ആ പൈസ വാങ്ങി വെച്ച അച്ഛൻ്റെ കളികളല്ല. ഇതുവരെ എന്നെ ആരും മനസ്സ് തുറന്ന് സ്നേഹിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്നേഹിച്ചവരെല്ലാം എന്നെ വിട്ട് പോയിട്ടുള്ളൂ. അവരൊക്കെ എന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ കുറച്ച് പേര് മാത്രം എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടും എത്രയൊക്കെ വീട്ടുകാരെ പറ്റി ആലോചിച്ചിട്ടും സ്നേഹം കൊണ്ടുള്ളൊരു വാക്ക് പോലും ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആശ്വാസം നിറഞ്ഞൊരു വാക്കോ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ കാരണം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോയി. വയ്യ, ഇനിയും എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഐ എം സോറി നില. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഐ എം സോ സോറി. ഐ വോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ, ഐ പ്രോമിസ്. ട്രസ്റ്റ് മീ പ്ലീസ്. Please don't break my heart.
അമ്മേ. ആ മോളെ. നീ ഒന്ന് അവിടെ നിന്നേ. ഇതാരാ? അത് പറയടി, ഇതാരാ? റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് അല്ലേ? അവളുടെ അഹങ്കാരം നോക്ക്. കണ്ട ചെക്കന്മാരെല്ലാം പ്രേമിച്ച് നടക്കാനാണോടി നീ കോളേജിലോട്ട് പോകുന്നത്? കണ്ട ചെക്കന്മാരൊന്നും അല്ല, എന്തായാലും അച്ഛനെയും കാട്ടി ബെറ്ററാ. എന്താടി പറഞ്ഞേ? പിന്നെ ഞാനെന്ത് വേണം? അമ്മ ചെയ്തതുപോലെ അച്ഛനെ പോലെ ഒരാളെയും കിട്ടി ജീവിതകാലം മുഴുവൻ പേടിച്ച് പേടിച്ച് ജീവിക്കണം. അവളുടെ അഹങ്കാരം നോക്കിക്കേ. കേറി പൂടിയകത്ത്. ഇനി നീ ആ കോളേജിലോട്ട് പോകണം, എനിക്കൊന്ന് കാണണം. നില, എന്താ എന്താ കാര്യം പറ. ഇവരൊക്കെ എന്താ ഇങ്ങനെ? എനിക്ക് വയ്യ. നമ്മുടെ കാര്യം അച്ഛൻ അറിഞ്ഞു. വീട്ടിലിപ്പോ ഫുള്ള് പ്രശ്ന. നില, നീ പേടിക്കണ്ട, കരയാതിരിക്കേ. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. നിന്റെ കൂടെ ഞാനുണ്ട്. അങ്കിൾ, നിനക്കെന്താടെ ഇവിടെ കാര്യം? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അങ്കിൾ പ്ലീസ് ഇറങ്ങി പോടാ. അങ്കിളെ, ഒരു പാവ അത്, അതിനെങ്ങനെ വേദനിപ്പിക്കരുത്. ഒരച്ഛൻ്റെ സ്നേഹം മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളോടുള്ള സ്നേഹം അവൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. നിങ്ങളത് ഇതുവരെ മനസ്സിലാക്കാത്തെന്താ? പാവ അത്. ഇനി അവളെ വേദനിപ്പിച്ച ചിലപ്പോ ഞാൻ കണ്ടു എന്നൊന്നും വരില്ല. അയ്യോ അങ്കളെ, மாற்றங்களதையும் தூரங்களிதையும் என் சிறிதயம் பழகுதடி. நீ ஏற்ற இரவு வீட்டுக்குள் துறவு ஏன் இந்த உறவு. ലിവർ സിറോസിസ് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടിയ തന്നെ ഭാഗ്യ. ഇനി നല്ലോണം ശ്രദ്ധിക്കണം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. எனவே உறவே சத்தமிட்டு சொல்லிவிட்டு முத்தமிட்டு தள்ளிவிட்டு போ. മോളെ, അച്ഛനോട് ക്ഷമിക്കണേടാ. എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. என்னை மறந்து நீ உந்தன் கனவுகள் துரத்தியே போ. உறவே சிறகணிந்து நீ உந்தன் கணங்களை உதறியே உறவே. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനായിരുന്നില്ല. Happy anniversary, my dear husband. ഹാപ്പി ആനിവേഴ്സറി ടു മൈ ഡിയർ വൈഫ്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ടല്ലേ, നമ്മൾ പരിചയപ്പെട്ടതും എല്ലാം. यूं ही बरस बरस काली घटा बरसे हम यार भीग जाए इस चाहत की बारिश में.
എൻ്റെ അമ്മു, ആസ് യൂഷ്വൽ സൂപ്പർ. താങ്ക് യു. നിനക്കിത് നിന്റെ പ്രൊഫഷനായിട്ട് എടുത്തൂടെ? അതൊന്നും ശരിയാവില്ല. ലുക്ക്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആലോചിച്ചാണ് നിന്റെ വേവലാതിയെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. എന്തിനും. നീ ഇപ്പം ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാതെ ഒരു ജോലി നമ്മൾ ചെയ്യാനേ പാടില്ല. അതുകൊണ്ട് ചൂസ് യുവർ പാഷൻ ആസ് യുവർ പ്രൊഫഷൻ. എന്നാലും ഒരെന്നാലും ഇല്ല. ഓക്കെ, എൻ്റെ വർക്ക് ഇപ്പോൾ ബെറ്റർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഉടനെ തന്നെ എനിക്കൊരു പ്രൊമോഷനും കിട്ടും. സോ ഡോണ്ട് വറി. ആർ യു ഷുവർ? 100% യെസ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ? അതും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനു മുമ്പേ നമുക്കൊന്ന് കൂടിയാലോ? അയ്യടാ പോടാ. പ്ലീസ്. നോ വേ. നമുക്ക് ഡിന്നർ കഴിഞ്ഞുകൂടാ. ഓക്കെ, അത് മതി. കാതങ്ങൾ കിനാവിൽ പറന്നേ, മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ, കാലത്തിൻ ചുരങ്ങൾ കടന്നേ, തേനൂറും ദിനങ്ങൾ വരുന്നേ, കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ. കാതങ്ങൾ കിനാവിൽ പറന്നേ, മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ, കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ. കൂടെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എവിടേക്കോ പോയേക്കുവാ. അങ്ങോട്ട് മാറി. നീ മഴ തന്നെ പോ. ഓക്കെ, താങ്ക് യു. തുള്ളി 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 മഴ വന്നാലേ. മഴ നനഞ്ഞ് പനി വല്ലതും പിടിച്ചാലാണ് കറി. ഹലോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് പ്രൊമോഷനായി. ആണോ? കൺഗ്രാജുലേഷൻസ്. നീ എപ്പോഴാ വരുന്നേ? ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കെത്തും. ഇവിടെ എന്തോ അവർ ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തു. ആണോ? എന്നാ ശരി. നില നില നില, ഒന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് ഒന്ന് കേക്ക്. ഞാൻ മനഃപൂർവ്വം. മിണ്ടരുത്. ആ വാക്ക് നീ മിണ്ടരുത്. മനഃപൂർവ്വം കുഞ്ഞിലെ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ.
മനഃപൂർവ്വമല്ല. പ്ലീസ് എന്നെ ഒന്ന് കേൾക്ക്. എന്ത് കേൾക്കാനാ ഞാൻ? എന്ത് വിശ്വസിക്കണം ഞാൻ? പ്രോമിസ് ചെയ്തതല്ലേ നീ എനിക്ക്? എന്നിട്ടാണോ? നില, പറ, ഇങ്ങനെ തന്നെ തുടരാനാണോ? എന്നാ ഞാൻ പോയേക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ഇന്നലെ പാർട്ടി വേണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരേ നിർബന്ധം. ഞാൻ പിന്നെ സമ്മതിച്ചു. ഞാൻ കുടിക്കില്ല എന്നറിയുന്നതുകൊണ്ട് ആരോ മനഃപൂർവ്വം എനിക്ക് എന്തോ മിക്സ് ചെയ്ത് തന്നതാ. എന്താ തന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ തൊട്ട് എനിക്ക് ആകെ തലകറക്കോ എന്തൊക്കെയോ പോലെ. ഞാൻ ഈ അവസ്ഥ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷെ നീ പേടിക്കല്ലോ എന്ന് ഓർത്താ ഞാൻ വന്നത്. ഞാൻ വന്ന ഉടനെ എല്ലാം പറയാൻ നിന്നതാ. പക്ഷെ അപ്പോഴത്തേനും എനിക്കെൻ്റെ ബോധം പോയി. വിശ്വസിക്കണോ? ഞാനിത് എങ്ങനെ വിശ്വസിക്കണം? നിനക്കറിയില്ലേ, കുറെ അനുഭവിച്ചതാ ഞാൻ. അങ്ങനെ പറയല്ലേ, എനിക്കറിയാടാ എല്ലാം. എന്നോട് ക്ഷമിക്ക്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല. നില, നില, പ്ലീസ് എന്നോടൊന്ന് സംസാരിക്ക്. എന്നെ വഴക്കെങ്കിലും പറ. അറിയാം ഞാൻ ചെയ്ത് തെറ്റാ. നിനക്കെന്ന് പ്രോമിസാ ഞാൻ ബ്രേക്ക് ചെയ്തത്. പക്ഷെ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അന്നൂടെ ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക്. അറിയാതെ ചെയ്തതല്ലേ. ഞാനപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തത് പഴയതെല്ലാം എനിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ്. എൻ്റെ അമ്മ അനുഭവിച്ചതൊക്കെ റിപ്പീറ്റ് ചെയ്യുമോ എന്നൊരു പേടി കൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്. നൗ സ്റ്റോപ്പ് ക്രൈയിങ്. So, you forgive me? ra 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 ra
വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് വേണ്ട. ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടന്നോ? എന്ത് തന്നാലും വേണ്ട വേണ്ട. മര്യാദയ്ക്ക് കഴിക്ക്. എന്നെ വെറുതെ വഴക്ക് പറയുക. വഴക്ക് പറഞ്ഞോ? ആരടി എൻ്റെ മോളെ വഴക്ക് പറയുന്നേ? നമുക്ക് അമ്മയ്ക്ക് നല്ല അടി കൊടുക്കാം. ഡീൽ? ഓക്കെ ഡീൽ. ബെസ്റ്റ്. ഡോ, തൻ്റെ മോളൊന്നും കഴിക്കുന്നില്ല. അത് ശരി. അതെന്താ ഫുഡ് കഴിച്ചാ? എന്നാലല്ലേ നല്ല ബുദ്ധിയൊക്കെ വെച്ച് അച്ഛനെ പോലെ ജീനിയസ് ആവാൻ പറ്റൂ. ഞാൻ കൊടുക്കാം എൻ്റെ കൊച്ചിന് ഫുഡ്. അച്ഛനും മോൾ എന്താന്ന് വെച്ചായിക്കോ. കനവുകളിൽ പുതുമഴയായി പെയ്തു നിലവുകളിൽ. എന്താ കുട്ടാ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഞാൻ അനുഭവിച്ചതൊക്കെ എൻ്റെ മോളും അനുഭവിക്കില്ലെന്നൊരൊറ്റ പ്രാർത്ഥന. ഞാൻ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ്ട. പിന്നെ നിന്റെ മാത്രമല്ല, നമ്മുടെ മോള്, കേട്ടല്ലോ? ഇത്രയും കാലം അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത്. ഇതുവരെ എന്നെ ആരും ഇത്രയധികം സ്നേഹിച്ചാണല്ലോ. ഐ എം സോ ലക്കി ടു ഹാവ് യു. ഞാനാണ് ഇവിടെ ലക്കിയസ്റ്റ്. നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ഇടയ്ക്ക് ഞാനൊരു തണലായി കൂടിയെന്നേ ഉള്ളൂ. യു ആർ എ ഫൈറ്റർ. നീ വന്നേ പിന്നെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടായത്. ഇപ്പോൾ മോളും. ഐ ആം ദ ലക്കിയസ്റ്റ്. മൊഴിയിൽ പടരും ഐ ലവ് യു. അറിയാതലിയും പരിഭവമലരേ. ഐ ലവ് യു ടു. കണിമലരിതളായി ഒഴുകും തിരനായല തന്നിറമായി. പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഈണത്തിൽ കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്തിൽ. പതിവായി ഞാൻ പാടും പാട്ടുകളുടെ ഈണത്തിൽ കുയിലായി നീ മൂളും എതിർപ്പാട്ടിൻ താളത്തിൽ. ഒരു